വിവാഹം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം അടുത്താൽ പിന്നെയുള്ള ദിവസങ്ങളൊക്കെ വൻ ആഘോഷമാക്കുകയായിരിക്കും പെണ്ണും ചെക്കനുമെല്ലാം. എന്നാൽ ഒരു വിവാഹം അത് ബന്ധം വേർപെടുത്തുന്നതിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തന്റെ ജീവിതം അവസാനിച്ചേ എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇപ്പോഴിതാ തന്റെ വിവാഹമോചനം പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കുകയാണ് ഹരിയാനക്കാരനായ മഞ്ജിത്ത് എന്ന യുവാവ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ തലയിൽ നിന്നും ആ മാരണം പോയെന്നും തനിക്കിപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാകട്ടെ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. അതായത് 4 വർഷം നീണ്ട ദാമ്പത്യം, അതിന് പിന്നാലെ തന്റെ ഭാര്യ കോമാളിയിൽ നിന്ന് മഞ്ജിത്ത് വിവാഹമോചനം നേടി. ഇതിന് പിന്നാലെ അദ്ദേഹം തന്റെ വിവാഹമോചനം ആഘോഷമാക്കാൻ പാർട്ടി സംഘടിപ്പിച്ചു. ഈ പാർട്ടിയിൽ വിവാഹ ചിത്രത്തിനോടൊപ്പം തന്റെ വിവാഹ തീയതിയും ഡിവോഴ്സ് തീയതിയും അച്ചടിച്ച് ഒരു ബാനറും അദ്ദേഹം കെട്ടിയിരുന്നു. ആഘോഷങ്ങൾക്ക് ഇങ്ങനെയാണ് തുടക്കമിട്ടത്. ഇതിനൊപ്പം തന്നെ 3 കേക്കുകൾ ഉണ്ടായിരുന്നു. ഇതിൽ വേറിട്ട് നിന്നത് യുവതിയുടെ ഒരു ബൊമ്മയായിരുന്നു. അതായത് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പ്രഖ്യാപിച്ച ആഘോഷം മുൻ ഭാര്യ എന്ന് വിശേഷിപ്പിച്ച ബൊമ്മയ്ക്കൊപ്പം ചിത്രം പകർത്തിയും മധുരം പങ്കിട്ടുമാണ് ഈ ആഘോഷം അദ്ദേഹം കൊഴുപ്പിച്ചത്. എന്നാൽ യുവാവിന്റെ നിരാശ കാരണമാണ് ആഘോഷമെന്നാണ് ഒരു വിഭാഗം യുവതികൾ കമന്റ് ചെയ്യുന്നത്. യുവതിയുടെ ബൊമ്മയ്ക്കൊപ്പമുള്ള ആഘോഷങ്ങൾ അത് കാരണമാണെന്നും ഇവർ പറയുന്നു. അതേസമയം നമുക്കറിയാം, ഇന്ന് ആഘോഷങ്ങളെക്കാൾ ഏറെ വിവാഹമോചന പാർട്ടികൾ നടത്തുന്നതാണ് ഒരു പുത്തൻ ട്രെൻഡായി മാറിയിരിക്കുന്നത്. ഇതിലേറെയും സ്ത്രീകളാണ് എന്നത് പ്രത്യേകം ഓർക്കണം. അത്തരത്തിൽ ഒരു വിവാഹ ബന്ധം വേർപെടുത്തി വീട്ടിലേക്ക് എത്തിയ തന്റെ മകളെ ചേർത്ത് നിർത്തിയ ഒരു പിതാവിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുകയാണ്. ആഘോഷത്തിന്റെ വീഡിയോ അടക്കമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. അതായത് വിവാഹ ചടങ്ങിൽ വരന്റെ ഘോഷയാത്രയായ ഭാരത് സംഘടിപ്പിച്ചാണ് ഇദ്ദേഹം തന്റെ മകളെ വരവേറ്റത്. ഉത്തരേന്ത്യൻ വിവാഹങ്ങളിൽ വരൻ വധുവിന്റെ വീട്ടിലേക്ക് ഘോഷയാത്രയായി എത്തുന്നതാണ് ഭാരത്. അതായത് പാട്ടിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെ അദ്ദേഹം തന്റെ മകളെ സ്വീകരിക്കുകയായിരുന്നു. മരുമക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മകളോട് മാന്യമായും ബഹുമാനത്തോടെയും പെരുമാറണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വിവാഹത്തിന് ശേഷവും മകൾക്ക് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് നമ്മുടെ മകളുടെ വിവാഹം വളരെ ആഡംബരത്തോടെയും ആർഭാടത്തോടെയൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ കുടുംബമോ അവരോട് മോശമായി പെരുമാറുകയോ മറ്റു തെറ്റ് കാര്യങ്ങൾ ചെയ്താൽ മകളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം. പെൺമക്കൾ വളരെ വിലപ്പെട്ടതാണ് എന്നും ആ പിതാവ് വ്യക്തമാക്കുകയായിരുന്നു. അതായത് യുവതിയുടെ കുടുംബാംഗങ്ങൾ അവളോടൊപ്പം ചേർന്ന് പടക്കം പൊട്ടിക്കുന്നതടക്കം ഈ വീഡിയോയിൽ വ്യക്തമായിരുന്നു. വീട്ടിലേക്ക് എത്തുന്ന യുവതിയെ കെട്ടിപ്പിടിച്ചാണ് പിതാവ് സ്വീകരിച്ചത്. കുടുംബം മുഴുവനും യുവതിയുമായി തെരുവിലൂടെ ഘോഷയാത്ര നടത്തിയാണ് ഈ സ്വീകരണം നൽകിയത്. അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ഡാഡി നമ്പർ 1 എന്നാണ് ഈ പോസ്റ്റ്. അതായത് അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം. ഉത്തരേന്ത്യക്കാരെ ചാണകമെന്ന് വിളിച്ച് സ്വയം പ്രബുദ്ധനെന്ന് അഭിമാനിക്കുന്ന മലയാളികളോടും ഇത് പറയുന്നു. ഇതാ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏതൊരു അച്ഛന്റെയും സ്വപ്നമാണ് തന്റെ മകളുടെ വിവാഹം. കൈപിടിച്ചവന്റെ വീട്ടിൽ തന്റെ മകൾ രാജ്ഞിയായി ജീവിക്കുമെന്ന്. പക്ഷേ അടിമയേക്കാൾ ദുരിതപൂർണമായ ജീവിതമാണ് അവൾ അവിടെ ജീവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. ചിലരാകട്ടെ അഭിമാനമോർത്ത് മകളുടെ ഇത്തരം വേദനകൾ ബോധപൂർവം കണ്ടില്ല എന്ന് പോലും നടിക്കുന്നു. എന്നാൽ ഉത്തരാഖണ്ഡിലെ റാഞ്ചിക്കാരനായ പ്രേം ഗുപ്ത ഒരു അടിപൊളി പിതാവാണ്. ഏതൊരു മകളും ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെ. തന്റെ മകൾ സാക്ഷിയെ വളരെ ആർഭാടത്തോടെയാണ് അദ്ദേഹം വിവാഹം കഴിപ്പിച്ചയച്ചത്. വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്റെ ഭർത്താവിന്റെ മറ്റൊരു മുഖമാണ് ആ പെൺകുട്ടിക്ക് കാണേണ്ടി വന്നതും. തുടർന്ന് ഭർത്താവിന്റെ ശാരീരിക ഉപദ്രവം, ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനം, പലപ്പോഴും തന്റെ ഭർത്താവ് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള വിവരങ്ങളൊക്കെ തന്റെ മകൾ പിന്നീട് പിതാവിനെ അറിയിക്കുകയായിരുന്നു. തന്റെ മകൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതോടെയാണ് അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഇപ്പോൾ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.